കോട്ടയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പെരുമഴയാണ് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരിക്കുന്നു. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഭരണങ്കാനത്ത് വിലങ്ങുംപാറയിൽ ഒരു കാർ മുങ്ങിപ്പോയി. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. മുങ്ങിക്കിടക്കുന്നു. ഇത് വിലങ്ങുപാറയിലോട്ടുള്ള പ്രദേശം. ഇത് കണിയാമ്പടിക്കാരുടെ വീടിൻ്റെ മുൻവശമാണ്. കാറ് വെള്ളത്തിൽ മുങ്ങുന്ന ദൃശ്യങ്ങളാണ്. വളരെ ശക്തമായ വെള്ളപ്പൊക്കമാണ് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി. ഷിനോജ്, മീനച്ചിലാർ കരകവിഞ്ഞിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? പക്ഷേ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞ് ഒഴുകി പലയിടങ്ങളിലും അതീവ ദുഷ്കരമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പയ്യാനത്തോട്ടം മേഖലയിലാണ്. ഇവിടെയാണ് ഇന്നലെ രാത്രി 2 മണിയോട് കൂടി ഇത്തരത്തിൽ ഉരുൾ പൊട്ടുകയും അതിൽ 2 പേരെ കാണാതാവുകയും ഏകദേശം ഒരു 2 മണിക്കൂർ മുൻപ് അതിൽ ഒരാളെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ജോണി എന്ന ആളുടെ മകൻ ജോസഫിൻ്റെ മൃതദേഹമാണ് ഏകദേശം രാവിലെയോട് കൂടി 7 മണിയോട് കൂടി കണ്ടെത്തിയത്. പക്ഷേ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം ഒരു 4 JCBയുടെ ഒക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിൽ ഇവിടെ തുടരുന്നത്. ഇതുവരെയും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജോണിയുടെ ഭാര്യ റജീനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. കോൺക്രീറ്റ് വീടായിരുന്നു. അതിനാൽ തന്നെ ഈ കോൺക്രീറ്റിൻ്റെ പാളികളൊക്കെ തന്നെ കട്ട് ചെയ്ത് മാറ്റി അതൊക്കെ തന്നെ നീക്കം ചെയ്തതിന് ശേഷം മാത്രമാകും അകത്തേക്കൊക്കെ തന്നെ ഈ തെരച്ചിൽ കുറച്ചുകൂടി എളുപ്പത്തിലേക്കൊക്കെ തന്നെ പോവുകയുള്ളൂ. എന്തായാലും നിലവിൽ ദുസ്സഹമായ സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇടയ്ക്കിടയ്ക്ക് അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുമ്പോൾ തെരച്ചിൽ വീണ്ടും അതിൻ്റെ സ്വാഭാവികമായ ഒരു വേഗത അതിൽ കുറവൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ദുരന്തം തന്നെ എന്ന് പറയേണ്ടി വരും. ഉരുൾപൊട്ടുന്ന പൊട്ടി വന്ന മേഖല നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ഇന്നലെ രാത്രി ഒരു പുലർച്ചെ 1:30 കൂടി ഉരുൾപൊട്ടി എന്നാണ് നാട്ടുകാരിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് ഈ വീട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടുത്ത് സമീപത്തൊക്കെ തന്നെ ഏകദേശം ഒരു 100 മീറ്റർ മാറി ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ ഈ കല്ലും മണ്ണും ഒക്കെ തന്നെ ഒലിച്ച് ഇവിടേക്ക് വന്നത്. സാധാരണ ഈ വീട്ടിൽ 4 പേരാണ് താമസിക്കാറുള്ളത്. പക്ഷേ സമീപത്തെ ഒരു വീട്ടിൽ ഒരു വയോധികൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ജോണി കൂട്ടുകിടക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയി. മാത്രമല്ല മറ്റൊരു മകനാണെങ്കിൽ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ മഴ കാരണം വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 2 പേർ മാത്രമാണ് ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. റജീനയും മകൻ ജോസഫും. ഇതിൽ ജോസഫിൻ്റെ മൃതദേഹമാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. റജീനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഇവിടെ മാത്രമല്ല 4 ഇടത്താണ് നിലവിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഉരുൾ പൊട്ടിയിരിക്കുന്നത്. തീക്കോയിൽ 2 ഇടത്ത് ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലത്തെ മഴ അത് അക്ഷരാർത്ഥത്തിൽ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ദുരിതം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇന്നലെ വൈകിട്ട് മുതൽ സാമാന്യം ശക്തമായ രീതിയിൽ മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലാണെങ്കിൽ അത് അതിതീവ്രമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ തരത്തിലുള്ള പെയ്ത മഴയാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടലിലേക്കൊക്കെ തന്നെ നയിച്ചിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ ഒപ്പം തന്നെ NDRFിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അല്പസമയം മുൻപ് ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. റജീനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. മറ്റ് സംവിധാനങ്ങളും സഹായങ്ങളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നു. നമ്മൾ പാലാ DYSP കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. നിലവിൽ നമ്മൾ എന്തായാലും കടാവർ ഡോഗിൻ്റെ അസിസ്റ്റൻസും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഇടുക്കിക്ക് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നോക്കാം. നമുക്ക് ഇത്രയും ഡിലേ ആയതുകൊണ്ട് അതും കൂടെ ഒന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ഉടനെ തന്നെ അയക്കും കടാവർ ഡോഗിനെ. മണ്ണ് ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ വല്ലാത്തൊരു എല്ലാം കൂടെ അവിടെ കൂടി കിടന്നതുകൊണ്ടേ മാറ്റുന്നതോടൊപ്പം ഈ കടാവർ ഡോഗിൻ്റെ ഒരു സർവീസ് കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്തായാലും തെരച്ചിൽ നടക്കുകയാണ് അഭിലാഷ്. കാരണം ഇന്നലത്തെ മഴ എന്ന് പറയുന്നത് വലിയ ദുരിതമായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള മഴയാണ് ഇന്നലെ കോട്ടയത്ത് പെയ്തത്. പലയിടങ്ങളിൽ നമുക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നോ കിഴക്കൻ മേഖലയിൽ നിന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ ദുരിതം ഇന്നലത്തെ മഴയിലുണ്ടായി. ഈരാറ്റുപേട്ടയിൽ നമ്മൾ ഈ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ തന്നെ പാലായിലും അവിടെ നിന്ന് ഈരാറ്റുപേട്ടയിലേക്ക് വരുന്ന വഴിയിലൊക്കെ തന്നെ റോഡുകളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ വെള്ളം കയറിക്കിടന്ന് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരവസ്ഥയിൽ കൂടിയാണ്. എന്തായാലും ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ ഈരാറ്റുപേട്ട ഉൾപ്പെടുന്ന പൂഞ്ഞാർ ഉൾപ്പെടുന്ന പല മേഖലകളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ മണ്ണിടിച്ചിലുമൊക്കെ തന്നെ ഉണ്ടായി ജനജീവിതത്തെ വളരെ ദുസ്സഹമാക്കി മാറ്റി. റജീനയ്ക്ക് നൽകുന്നത് പാലാ പൂഞ്ഞാർ മേഖലയിൽ
കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലാണ് ഇപ്പോൾ ഷിനോജ് ഉള്ളത്. അവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിലെ മഴ മുന്നറിയിപ്പ് വായിച്ചതിന് ശേഷം നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. അടുത്ത 3 മണിക്കൂറിൽ മാത്രം ഇവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അടുത്ത 3 മണിക്കൂറിലേക്കുള്ള കണക്കാണ്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതായത് അടുത്ത 3 മണിക്കൂറിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്.